ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജ്യോതി. അപ്പോൾ ഞങ്ങൾക്ക് നാളെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തലേ ദിവസം ഇടാൻ വേണ്ടിയിട്ട് അമ്മൂസിന് ഞാൻ വെട്ടി തയ്ച്ചൊരു എന്താണ് സാരിയുടെ ഉടുപ്പാണിത്. സാരിയും കൊണ്ട് തയ്ച്ചാണ് കേട്ടോ. നന്നായിട്ടുണ്ടല്ലേ. അപ്പം ഇനി അത് മാറ്റി വയ്ക്കാം. അപ്പോൾ നാളെ കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നാണ് അങ്ങനെയാണ് എനിക്ക് ആ ഒരു അറ്റവും മുറ്റം എത്തുമ്പോഴാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഓടിപ്പിടിച്ച് ചെയ്യുന്നതല്ലോ. 160 രൂപ എന്തോ ആണ് ഈ ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഞാൻ ഷറാറ പാൻ്റ് എന്ന് പറയുമല്ലോ, ആ ഒരു ഡ്രസ്സാണ് അമ്മൂസിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലൈനിങ്ങും മെറ്റീരിയലൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ്, സ്വയംവര സിൽസിൽ നിന്നാണ് എടുത്തത് കേട്ടോ. ഇത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിന് മാച്ചായിട്ടുള്ള നൂലൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടോ, പക്ഷേ കറക്റ്റ് മാച്ചായിട്ടുള്ളതൊന്നും കിട്ടിയില്ല. ഇനി അമ്മൂസിൻ്റെ ആ ഒരു അളവിനനുസരിച്ച് മെയിൻ ക്ലോത്തിൽ നിന്ന് നമുക്ക് കുറച്ച് മാത്രം കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പിന്നെ അളവിന് വേണ്ടിയിട്ട് നിവർത്തിയും വലിച്ചൊക്കെ ഇടുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏകദേശം ആ ഒരു അളവിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഒരു 4 വയസ്സ് തുടങ്ങി 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഒരു കറക്റ്റായിട്ടുള്ള ഒരു അളവാണ് കേട്ടോ. അപ്പോൾ ഷോൾഡർ ഞാൻ 4.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ആം ഹോളും 4.5 തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വരച്ചതിൻ്റെയൊക്കെ എല്ലാം താഴത്തോട്ടാണ് പോകുന്നത്, നെറ്റിൽ നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇറക്കം ആം ഹോള് 4.5 എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കഴുത്ത് അടയാളപ്പെടുത്താം. കഴുത്ത് ഇറക്കം 3 ഇഞ്ചും വീതി 2 ഇഞ്ചുമാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതൊക്കെ കറക്റ്റായിട്ടുള്ള ഒരളവാണ്. ഒരു 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടികൾക്ക് ഇതേ അളവെടുത്താൽ മതി കേട്ടോ. പിന്നെ നെഞ്ചിൻ്റെ ഭാഗത്ത് അമ്മൂസിന് 9ആണ്. അപ്പോൾ 9ൽ 4 ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ 5.10 ആണ് കിട്ടുന്നത് കേട്ടോ. അത് അടയാളപ്പെടുത്തി പിന്നെ നമുക്കൊരു കുറച്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ 1.5 ഇഞ്ചൊക്കെ എടുക്കാറുള്ളൂ. ഒരുപാട് ഈ കുട്ടിക്ക് കിടന്നാൽ അവൾക്ക് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ. ഇനി നമുക്ക് സ്ലിറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെങ്ത്ത് നമുക്കൊരു 9 ഒക്കെ എടുത്താൽ മതി. 10 ഒക്കെയാണ് ആ ഒരു അളവിലാണ് എടുക്കുന്നത്. പിന്നെ അങ്ങ് ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ ഇറക്കം ഞാൻ അങ്ങ് അറ്റം വരെയും ഇറക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെയൊക്കെ ഇഷ്ടമാണ്, എന്തോരം ഇറക്കത്തിൽ വേണം അവർക്ക് ടോപ്പ് കിടക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ മെയിൻ ടോപ്പ് ഞാനിങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം കുറച്ച് സ്റ്റോൺ വർക്കൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. നാളെയാണ് നമുക്ക് കല്യാണം. അപ്പോൾ കല്ലും കൊണ്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ആ പശയും കൊണ്ടാണ് ഞാൻ സ്റ്റോൺ ഒട്ടിക്കുന്നത് കേട്ടോ. എംബ്രോയ്ഡറി ഒന്നും ചെയ്യുന്നില്ല, കല്ലുകൊണ്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഫൈനലി നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റോൺ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അതൊക്കെ എടുത്ത് മാറ്റിയിട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇനിയാണ് ഞാൻ ലൈനിങ് പീസിലോട്ട് നേരെ വെച്ചിട്ട് ലൈനിങ് പീസ് കട്ട് ചെയ്യുമ്പോൾ ഇതിനോട് വെച്ച് ഞാൻ കട്ട് ചെയ്യാറില്ല, കുറച്ചങ്ങ് അകത്തി വെച്ചിട്ട് കട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കെടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. ഞാൻ മിക്കപ്പോഴും അങ്ങനെയാണ്. നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ പഠിക്കുന്ന ആൾക്കാരായാലും ഒരുപാട് തുണി അങ്ങ് അറ്റപ്പറ്റ അങ്ങ് വെട്ടിക്കളയരുത്. നമ്മൾ കുറച്ച് അളവെടുക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഈടാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിലൊന്ന് ചെറുതായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് കഴുത്തിൻ്റെ ഭാഗം ഒന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ ഞാൻ മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കൈയൊന്നും വെച്ച് കൊടുക്കുന്നില്ല, സ്ലീവായിട്ട് തന്നെ കൈ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അമ്മൂസിന് ഇഷ്ടമല്ല ഒന്നാമത്തെ കാര്യം. ഇതുപോലത്തെ തുണികളെ ഇഷ്ടമല്ല, ഇടോ ഇല്ലയോ എന്നുള്ള ടെൻഷനിലാണ് ഞാൻ തയ്ക്കുന്നത് കേട്ടോ. നെറ്റിൻ്റെ തുണികളൊന്നും അമ്മൂസ് ഇടില്ല. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തുണി ഇതായിട്ട് ചേരുന്നില്ല. നമ്മളുടെ അടുത്ത് ഇനി വാങ്ങാൻ പോകാനും നേരമില്ല. അതുകൊണ്ട് ഞാൻ ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാണ്. മാച്ചിങ് നൂലൊന്നും അല്ല, പക്ഷെ കഴുത്തിൻ്റെ അവിടെ നമ്മൾ മടക്കി അടിക്കുമ്പോൾ അതൊരു വൃത്തികേടായിട്ട് വരുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കഴുത്തിൻ്റെ അവിടെ എങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഷോൾഡറിൻ്റെ മുകൾ ഭാഗം നമ്മൾ തയ്ക്കാതെ ആം ഹോളും കഴുത്തും മാത്രം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എന്നാലേ നമുക്ക് കറക്റ്റായിട്ടത് മടക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതാണ് നൂല്, നമ്മുടെ കറക്റ്റായിട്ടുള്ള നൂലല്ല, ഇത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. ഇനി നമ്മൾ മടക്കിയിട്ടിട്ട് പതിച്ചെടുക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു ഡ്രസ്സിന് വൃത്തികേടായിട്ട് തോന്നുമോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റേ പീസും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. 2 പീസും നമ്മൾ ആം ഹോളും കഴുത്തുമൊക്കെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഷോൾഡറൊക്കെ ഒന്നും അറിയാത്ത രീതിയിലാണ് തയ്ച്ചെടുത്തിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇത് ഫൈനലി നമ്മൾ കുറച്ച് സ്റ്റോണും കൂടി എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെറുതെ സ്റ്റോൺ വെച്ച് ഒട്ടിച്ചിട്ടേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇത്തിരി സമയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും നല്ല രീതിയിലൊക്കെ ചെയ്തെടുക്കാം. പിന്നെ മെയിൻ ക്ലോത്തിൽ കുറച്ച് വർക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്ക് സ്വീക്വൻസൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ മതിയെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഷരാറ പാൻറ്റാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഇതും ഒരു 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടികൾക്ക് പറ്റിയ ഒരു അളവിനാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇറക്കം നമ്മൾ ബോട്ടം ഭാഗത്തിൻ്റെ ഇറക്കം 9.5 എടുത്തിട്ടുണ്ട്. 9.5 ഒക്കെ എടുത്തു. പിന്നെ അതിന് ശേഷം നമ്മൾ ആ ഒരു മടക്കി വെക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ലാസ്റ്റിക്കിൻ്റെ ആ വരുന്ന ഭാഗം 7 എടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പൊക്കെ ചേർത്ത് 7 എടുത്തിട്ടുണ്ട്. അടിഭാഗത്ത് 6.5 എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 2 ഇഞ്ച് ഒത്തിരി മാറ്റിയിട്ടാണ് നമ്മളങ്ങനെ കുഴിച്ചെടുത്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ ബോട്ടം ഭാഗമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എടുത്തിരിക്കുന്ന അളവിനേക്കാളും 2 ഇരട്ടി, അതായത് ഈ 6.5 എന്നുള്ളതിനേക്കാളും ഒരു 2 ഇരട്ടി ആയിരിക്കണം അടിഭാഗത്ത് ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാനത് കറക്റ്റായിട്ടുള്ള ഒരു അളവൊന്നും എടുത്തില്ല. ഞാൻ ഇത്തിരി നീട്ടത്തിൽ തന്നെ അങ്ങ് എടുത്തു കേട്ടോ. ഇച്ചിരി നല്ല വിടർന്നങ്ങ് കിടക്കട്ടെ എന്ന് വെച്ചാൽ അമ്മൂസിന് അങ്ങനെ കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ കയ്യിൽ പിടിച്ചാൽ നിൽക്കാത്തൊരു മെറ്റീരിയൽ പോലെയാണ് എനിക്ക് തോന്നി. കാരണം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു പാൻറ്റും കൂടി ഞാൻ തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ഞാനൊന്ന് ജോയിൻ ചെയ്ത് 2 ഇരട്ടിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗത്തെ ബോട്ടം ഭാഗത്ത് അങ്ങനെ വിടർന്ന് കിടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ 4 ഭാഗത്തല്ല 3 ഭാഗത്തും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നീട് നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കുമല്ലോ, അടിഭാഗം നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് തെന്നി മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പീസ് നമുക്കങ്ങനെ ചെയ്യാം. സിമ്പിളാണ്. ഞാൻ ആദ്യമായിട്ടാണെങ്കിലും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടാവും, ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ വരുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടാണ്. ആ കറക്റ്റായിട്ടുള്ള ഒരു അളവിന് നമ്മൾ കട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫൈനലി നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അമ്മൂസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവൾ ഇട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ സ്ലിറ്റും കൂടി ഇട്ടിട്ടാണ് തയ്ച്ചെടുത്തിരിക്കുന്നത് അടിഭാഗത്തേക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്കത് നേരെ ജോയിൻ ചെയ്ത് വെക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇതിൽ വെച്ചിട്ട് സ്ലിറ്റ് ഇടുമ്പോൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിലൊക്കെ അവിടെ ഇവിടെ ഒരു വൃത്തികേടായിട്ട് കിടക്കുമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം സ്ലിറ്റ് ഇട്ട് തയ്ച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കുന്നത് കേട്ടോ. നമ്മളെപ്പോഴും എടുക്കുമ്പോൾ ക്ലോത്ത് കറക്റ്റായിട്ട് എടുക്കണം. അതിൽ കുറച്ച് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ താഴ്ഭാഗത്ത് വരുന്ന വർക്ക് കറക്റ്റായിട്ട് താഴ്ഭാഗത്ത് തന്നെ വരണം. അല്ല നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 2 പീസും ഇതുപോലെ തന്നെ ഇങ്ങനെ തയ്ച്ചെടുക്കണം. എനിക്കിങ്ങനെ തയ്ച്ചെടുത്തപ്പോൾ എനിക്കൊരു കോൺഫിഡൻറ്റ് വന്നു കേട്ടോ. ആദ്യമായിട്ട് തയ്ക്കുന്നതിൻ്റെ ആ ഒരു ഇത് മാറിക്കിട്ടി. ഞാൻ ചെയ്യുന്നത് കറക്റ്റാണ് എന്ന് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പീസും കൂടി ഇതുപോലെ ഒന്ന് സ്ലിറ്റ് ഇട്ടേക്കുന്നത് ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാം തലേദിവസം ചെയ്യുമ്പോൾ ഇത്തിരി ടെൻഷനും ഉണ്ടാവും. വേഗം ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വരുമോ എന്നുള്ളൊരു ടെൻഷനും കൂടി ഉണ്ടാവും. അപ്പം ഞാൻ നാളെ രാവിലെ നമുക്കിവിടുന്ന് 8 മണിക്ക് പോകണം. അപ്പോൾ അമ്മൂസിൻ്റെ എൻ്റെ ഒരുപോലത്തെ ഡ്രസ്സായിരിക്കട്ടെ എന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അമ്മൂസിന് ഇഷ്ടമാണ്, അതുപോലത്തെ പാൻറ്റൊക്കെ അമ്മൂസിന് ഇഷ്ടമാണ്. അങ്ങനെ പാൻറ്റ് കാട്ടിയപ്പോൾ അമ്മൂസ് ഭയങ്കരമായിട്ട് മത്സ്യകന്യയുടെ ഡ്രസ്സ് പോലെയാണ് അമ്മൂസ് വിചാരിച്ചത് കേട്ടോ. പക്ഷെ അതല്ല സംഭവം നമുക്കേ അറിയുള്ളൂ. അമ്മൂസ് മെർമെയ്ഡാണോ മമ്മി എന്നൊക്കെ പറഞ്ഞ് നടപ്പുണ്ടായിരുന്നു. നമ്മൾ അതേന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു കേട്ടോ. ഇനി നമുക്കിത് മൊത്തം അങ്ങ് ജോയിൻ ചെയ്തെടുക്കാം. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. അമ്മൂസ് ഇത് ഇട്ടിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പാൻറ്റ് തയ്ച്ചായി. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു മെറ്റീരിയൽ ആയാലും ഈ ഒരു കളറായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കെട്ടാണ് ഇട്ട് കൊടുത്തത്. ഫൈനലി ഇത് ആളിട്ടിട്ടുള്ള ഫോട്ടോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫോട്ടോസ്. ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ബൈ.